ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്ര പോക്കാണ്. മുന്നേ പ്ലാൻ ചെയ്ത ഒരു യാത്ര ഒന്നുമല്ല. നമ്മൾ നാസ്ത കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും പോയാലോ എന്നുള്ള സംസാരം വന്ന് പിന്നെ ഒറ്റ മൈൻഡിന് എല്ലാവരും പെട്ടെന്ന് തന്നെ ഇറങ്ങി. അത് പിന്നെ അങ്ങനെയൊന്നുമല്ല, നമ്മൾ കൂടെയുള്ള ആൾക്കാർ സപ്പോർട്ടാണെങ്കിൽ ആ ഒരു മൈൻഡുള്ള ഒരാളാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, എപ്പോൾ ഇറങ്ങി ചോദിച്ചാൽ മതി. വേറെ ആരുമല്ല, എൻ്റെ കെട്ടിയവനാണ്. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ വെച്ച് നല്ല ട്രിപ്പ് വൈബ് തന്നെ ആയിന്. നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 12 മണിയായിന്. ഫാമിലിയായിട്ടൊരു യാത്ര പോകുന്നല്ലേ, അപ്പം പിന്നെ നമ്മൾ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കയറി. അപ്പോഴാണ് ഒരു ബാക്കിലെ ടയർ മാറ്റാനുണ്ട്, കാറ്റടിക്കാനുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ പരിപാടികളൊക്കെ നോക്കലാണ്. ഒരു അരമണിക്കൂറോളം നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്നതിനും പിന്നെ അതൊക്കെ കഴിഞ്ഞ് അടുത്തുള്ള പെട്രോൾ പമ്പിൽ കയറി. എണ്ണ അടിക്കുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് സ്നാക്സും സാധനങ്ങളൊക്കെ വാങ്ങാൻ കയറി. നമ്മൾ എവിടത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ പോകുന്നത് ഊട്ടിയിലേക്കാണ് ഗൈസ്. ഊട്ടിയിലേക്ക് ഒരേ പോക്ക് പോയാലും ഒരു രസം ഉണ്ടാവില്ലല്ലോ. ഒന്ന് റിലാക്സ് ചെയ്യാൻ, പിന്നെ ഇടയ്ക്ക് വയറ്റിലോട്ട് എന്തെങ്കിലും പോകണ്ടേ. അങ്ങനെ ഈ ഏച്ചിൻ്റെ കടയിൽ നിന്ന് നമ്മൾ അടിപൊളി മുളപ്പായസം മോരും വാങ്ങിച്ച്, വെറുതെ പറയുന്നല്ല, അടിപൊളി പായസമാണ് കേട്ടോ. അങ്ങനെ പായസമൊക്കെ കുടിച്ച് കുറച്ച് റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ഏകദേശം 2:45 നമ്മൾ വയനാട് എത്തി. ഹോട്ടലിലൊന്നും കഴിക്കേണ്ട, വഴിയിൽ വെച്ചിട്ട് കഴിക്കാന്നുള്ള തീരുമാനം ആയതുകൊണ്ട് തന്നെ നമ്മൾ ചോറ് പാർസൽ വാങ്ങിക്കുകയും ചെയ്ത്. ചിരിയും കളിയൊക്കെ ആയിട്ട് നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ യാത്ര തുടർന്നത്. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കം തന്നെ പറഞ്ഞു നമ്മൾ പെട്ടെന്നുള്ള പോക്കാന്ന് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ റൂമൊന്നും ബുക്ക് ചെയ്യാണ്ടാണ് ഈ പോകുന്നത്. അവിടെ എത്തിയിട്ട് അറിയാം എന്താവോ എന്തോന്ന്. നമ്മൾ നെൽഗരിയിലെത്തിയിട്ട് നമ്മൾ കയ്യിലുള്ള ബോട്ടിലെല്ലാം ഇതായി ഇവിടെ ഇട്ട്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ബോട്ടിലൊന്നും എടുക്കാൻ പാടില്ല. അങ്ങനെ മക്കളൊക്കെ ഉറക്കം പിടിച്ച് വരുന്ന സമയത്താണ് നമ്മൾ നല്ല വിശാല തേയിലത്തോട്ടത്തിലെത്തിയത്. കുറച്ചധികം സമയം തന്നെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്താണ്. പിന്നെ ഊട്ടിയിൽ ആദ്യമായിട്ടല്ലോ പോകുന്നത്. ഞാൻ കുറേ പ്രാവശ്യം ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കയറിയ സ്ഥലത്തൊന്നും കയറണ്ടെന്നുള്ളൊരു തീരുമാനത്തിലാണ്. ടോയ് ട്രെയിനിൽ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കയറണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പോകുന്നത്. പക്ഷേങ്കിൽ ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് പോകേണ്ടത്. തേയിലത്തോട്ടത്തിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ രാത്രി ആയിനേനും പിന്നെ നമ്മൾ ഇറങ്ങിയ സമയം അങ്ങനെയാണല്ലോ. അങ്ങനെ നമ്മൾ വഴിയിൽ ഒരു ചായക്കടയിൽ കയറി. പോകെ നല്ല തണുപ്പൊക്കെ വരാനും തുടങ്ങി. അങ്ങനെ ഓംപ്ലേറ്റ്, കട്ടന്, ചോളം അതൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തി. തണുപ്പ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി തണുപ്പാണ്. ചെറുതായിട്ട് മഞ്ഞും പെയ്യുന്നുണ്ട്. കുറച്ചധികം സമയം തന്നെ നമ്മൾ റൂമും നോക്കാൻ തുടങ്ങി. സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ റൂമിനുള്ള നല്ല റേറ്റുമാണ്. റൂമും ഇല്ല എന്നാണ് പറയുന്നത്. കാറിൽ തന്നെ കിടക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നു. എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടാവാം ഇനി റൂം നോക്കലെന്ന് വെച്ച്. അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായി കഴിച്ച ശേഷം റൂം കിട്ടാൻ കുറച്ച് സമയം പിടിച്ചിന്. എന്തായാലും ലാസ്റ്റ് റൂം കിട്ടി. ടോയ് ട്രെയിനിൽ കയറാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഗുഡ് നൈറ്റ്.